ഈ ഒരു ക്വസ്റ്റ്യൻ SSC CHS CGL 2020 ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്ന ഈ ഒരു ഫിഗറിൽ എം പി എം പി എന്ന് പറയുന്ന ടാൻജന്റ് ആണ്. എം പി എന്ന് പറയുന്നത് ടാൻജന്റ് ആണ് വിത്ത് സർക്കിൾ ഓഫ് സെന്റർ എ. ഫിഗർ തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ വേർഡ്സ് മാത്രം എഴുതിയില്ലെന്നേ ഉള്ളൂ. എൻ ക്യു എന്ന് പറയുന്നത് ടാൻജന്റ് ടു ദ സർക്കിൾ വിത്ത് സെന്റർ ബി. ഓക്കെ, എം പി 15 എം പി 15 എൻ ക്യു 8. ഓക്കെ, ദെൻ പി എ 17 ബി ക്യു 10. കണ്ടുപിടിക്കാൻ പറഞ്ഞ എ ബിയുടെ ലെങ്ത് ആണ്. ദെൻ ഇവിടെ ഒരു സി എന്ന് പറയുന്ന പോയിന്റ് തന്നിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി എല്ലാം തിയറീനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാണുമ്പോൾ ഇത്തിരി വലിപ്പമുണ്ടെന്നേ തോന്നുന്നുള്ളൂ. തിയറീസ് ഇത്രയേ ഉള്ളൂ. ഒരു സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ടാൻജന്റിലോട്ട് വരയ്ക്കുന്ന ലൈൻ അല്ലെങ്കിൽ റേഡിയസ് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇവിടെയും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ ഒരു സാധനത്തിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ഫുള്ള് പോയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇത് റൈറ്റ് പി എ എമ്മും ബി എൻ ക്യൂവും റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിരിക്കും. ഓക്കെ, അത് നോൺ ആണല്ലോ, അറിയാവുന്നതാണല്ലോ. ദെൻ 15 17 15ഉം 17 ഉള്ള ട്രിപ്ലറ്റ് ഏതാണെന്ന് നമുക്കറിയാം. 15 17 8 8 15 17 ഇതാണ് ട്രിപ്ലറ്റ് വരുന്നത്. സോ പി എം എയുടെ ലെങ്ത് 8 വരും. എം എയുടെ ലെങ്ത് 8 ആണെങ്കിൽ എ സിയുടെ ലെങ്ത് എത്ര തന്നെ വരും? 8 എന്ന് പറഞ്ഞു വരും. കാരണം ഇത് രണ്ട് റേഡിയസ് ആണല്ലോ, എം എയും എ സിയും റേഡിയസ് ആണ്. അടുത്ത് ഇവിടെ നോക്കുകയാണെങ്കിൽ 8 ഉണ്ട് 10 ഉണ്ട്. ട്രിപ്ലറ്റിനകത്ത് ഏതാ വരുന്നത്? 6 8 10 ആണ് ട്രിപ്ലറ്റ് വരുന്നത്. സോ ബി എൻ എന്ന് പറയുന്ന 6 ആയിരിക്കും. കാരണം പറയുന്നത് ട്രിപ്ലറ്റ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ സൈഡ് ഇത് 6 വരാൻ പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ബി സിയും 6 ആയിരിക്കും. കാരണം ഇത് രണ്ട് റേഡിയസ് ആണ്. നമ്മളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എ ബിയുടെ ലെങ്ത് ആണ്. എ ബിയുടെ ലെങ്ത് എന്ന് പറയുമ്പോൾ അപ്പോൾ എത്ര വരും? 8ഉം 6ഉം 14 എന്ന് പറഞ്ഞു വരും. ഓക്കെ, ഇതായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നിങ്ങൾ കമൻറ്റ് മിക്കത് ഓഫ് ആക്കിയാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ കമൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഇടുമ്പോൾ അത് ഏത് എക്സാമിന് ചോദിച്ചു എന്ന് കൂടി ഇട്ടേക്കുക. കാരണം നമുക്ക് നെറ്റിൽ ചവർ കണക്കിന് ക്വസ്റ്റ്യനും കിട്ടും. അത് ചെയ്ത് സമയം കളയേണ്ട ആവശ്യം നമുക്കില്ല. SSCക്ക് തന്നെ അത്യാവശ്യം 10-36 ഷിഫ്റ്റ് ആയിട്ട് ഓരോ എക്സാമും നടത്തുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് അതിനകത്ത് കിട്ടും. SSC JE, SSC CPO, SSC, ദെൻ CHSL CGL MTS എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ ഉണ്ട്. അത് TCS കഴിഞ്ഞിട്ട് വരുവാണെങ്കിൽ ഒരു 5-6 വർഷത്തെ ക്വസ്റ്റ്യനും ഉണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ മാക്സിമം PYQ തന്നെ ഡൗട്ടായിട്ട് ക്വസ്റ്റ്യൻ ഇടാനും നോക്കുക. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഇടുവാണെങ്കിൽ തന്നെ ഏത് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ, അതിപ്പോൾ സപ്പോസ് വേറെ എന്തെങ്കിലും എക്സാമിന് ആയിക്കോട്ടെ, ചോദിച്ച എക്സാമിൻ്റെ കൂടി അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇട്ടേക്കുക. ഓക്കെ.